അധ്യക്ഷനാണ്. വട്ടിയൂർക്കാവിലെ ഓട്ടോ ഡ്രൈവേഴ്സ് സാംസ്കാരിക സമിതി ഒരു കാർഗോറെ പോലെ മുന്നിൽ നിന്ന് നയിച്ച ആളാണ്. ഈ ഓരോ വർഷവും പൊങ്കാല അർപ്പിക്കുന്നതിൻ്റെ തലേനാൾ ഇതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് അല്ലെങ്കിൽ അത് ചെയ്യുന്നവരെ ആദരിക്കുന്നതിനൊക്കെ വിളിച്ചു കൂട്ടുന്ന ഈ ഒരു ചടങ്ങെന്ന് പറയുന്നത് അണമുറിയാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷമാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ നിന്ന് അവിടുത്തെ പ്രിയപ്പെട്ടവർ ജയിപ്പിച്ചതൊക്കെ വന്നതിന് ശേഷം ആദ്യ വർഷം കൂടുതൽ മുടക്കമുണ്ടായത്. കഴിഞ്ഞ വർഷം നമുക്ക് നടത്തുവാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിന് തൊട്ടടുത്ത ദിവസം പൊങ്കാല ദിവസം ഇവിടെ വന്ന് അന്നദാനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് ഞാൻ അന്ന് കണ്ട വട്ടിയൂർക്കാവല്ല, ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് സ്വപ്നം കണ്ടിരുന്ന വട്ടിയൂർക്കാവ് ജംഗ്ഷനിലേക്ക് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷം പകർന്നു നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്ഥിരം വേദി എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടെങ്കിലും അവിടെ സ്ഥലപരിമിതി എന്ന് പറയുന്നത് ഏതാണ്ട് റെസ്ട്രിക്റ്റഡ് ആയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങോട്ട് മാറ്റിവെച്ചതെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചുകൂടി റോഡ് പൂർണ്ണമായും പണി തീർന്നതിന് ശേഷം എവിടെ നമുക്ക് ഇടം കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് നിശ്ചയമില്ല.